സ്വാഗതം. ഓഗസ്റ്റ് 14 സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേന്ന് പാർട്ടീഷൻ ഹൊറേഴ്സ് റിമംബറൻസ് ഡേ ആയി ആചരിക്കണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്ന 2021 അന്നു മുതൽ ഇത് ആചരിച്ചു വരുന്നുണ്ട്. BJPയും സംഘപരിവാരവും ഇത് ആചരിക്കുകയാണോ ആഘോഷിക്കുകയാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. അത് ആഘോഷിക്കുകയാണോ എന്ന് സംശയം വരുന്നത് ഇങ്ങനെ ഒരു ദിവസം പ്രഖ്യാപിച്ചത് വഴി അവർ ദീർഘകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭജനത്തിൻ്റെ രാഷ്ട്രീയം കുറെ കൂടെ ആഴത്തിലുള്ളതാക്കാൻ സാധിക്കും എന്ന് അവർ കരുതുന്നുണ്ട്. അതിപ്പോൾ ഈ ഘട്ടത്തിൽ ഇവിടെ വീണ്ടും ചർച്ചയാവുന്ന കേരളത്തിലെ ഗവർണറായ രാജേന്ദ്ര അർലേക്കർ, അദ്ദേഹം സംസ്ഥാനത്തെ സർവകലാശാലകളോട് ഈ ദിവസം ആചരിക്കാനോ ആഘോഷിക്കാനോ നിർദ്ദേശം നൽകി. അത് നടത്തണം, സർവകലാശാലകളുടെ കീഴിലുള്ള കോളേജുകളിലും ഒക്കെ ഇത് നടക്കണം എന്ന നിർദ്ദേശം നൽകുകയും സംസ്ഥാനത്തെ 2 സർവകലാശാലകളെങ്കിലും ഈ നിർദ്ദേശം നടപ്പാക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ്. അതേസമയം സംസ്ഥാന സർക്കാരിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ കക്ഷിയും മുഖ്യമന്ത്രി തന്നെയും പ്രതിപക്ഷ നേതാവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കളുമൊക്കെ ശക്തമായി ഇതിനെ എതിർക്കുകയും ചെയ്തു. ഇത് കേരളത്തിൽ നടക്കില്ല എന്ന് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ വളരെ ശക്തമായ പ്രസ്താവന നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇതാണ് ഈ സിറ്റുവേഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക ആചരണ വേദിയിൽ ഭാരതാംബയുടേത് എന്ന് RSS അവകാശപ്പെടുന്നൊരു ചിത്രം കൊണ്ടുവന്ന് വെച്ച് വലിയ കോളിളക്കം ഉണ്ടാക്കിയ വ്യക്തിയാണ് അദ്ദേഹം. ഒരു കാര്യവുമില്ലാത്തൊരു കാര്യം ചെയ്ത് വിഭജനത്തിനുള്ള അല്ലെങ്കിൽ വെറുപ്പിൻ്റെ രാഷ്ട്രീയം എങ്ങനെ ആഴത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് രാജ്ഭവനിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് രാജേന്ദ്ര അർലേക്കർ എന്ന് പറയേണ്ടി വരും. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വിഭജനത്തിൻ്റെ ഭയാനകമായ ദിവസങ്ങളെ ഓർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 2021 ഈ ദിവസം ഇങ്ങനെ ആചരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നത്. അന്നു മുതൽ തന്നെ ഈ വിമർശനമുണ്ട്, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്. കാരണം പൊതുവിൽ രാജ്യം വിഭജിക്കാൻ കാരണം മുസ്ലിം ലീഗാണ്, മുഹമ്മദ് അലി ജിന്നയാണ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പാർട്ടിയാണ്. അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ തിയറി വെച്ചുകൊണ്ട് രാജ്യവിഭജനത്തിൻ്റെ കാരണക്കാർ മുസ്ലിങ്ങളാണ് എന്ന് സ്ഥാപിക്കുക. അപ്പോൾ ഈ എന്താ പറയുക, ഇതിൻ്റെ ഭീതിയുടെ ഭയാനകമായ ദിവസങ്ങളുടെ ഓർമ്മ പുതുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് തന്നെയായിരിക്കും പുതുക്കിക്കൊണ്ടുവരിക. അപ്പോൾ എന്താണോ RSSൻ്റെ രാഷ്ട്രീയം അത് തന്നെ നടപ്പാക്കുന്നു എന്ന് അന്ന് തന്നെ വിമർശിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഗവർണർ അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത് നടപ്പാക്കണമെന്ന് നിർബന്ധിക്കുകയാണ്. ഗവർണറുടെ ഉദ്ദേശം നമുക്ക് വ്യക്തമായിട്ട് പറയാം. പക്ഷേ ഇത് നടപ്പാക്കാൻ ചിലരെങ്കിലും തയ്യാറാവുന്നു എന്നുള്ള, അല്ലെങ്കിൽ അത് നടപ്പാക്കണമെന്ന് കേരളത്തിലിരിക്കുന്ന സർവകലാശാലയുടെ വൈസ് ചാൻസലർമാരായിരിക്കുന്ന ഉന്നത ബിരുദങ്ങളൊക്കെയുള്ള ആളുകൾക്ക് തോന്നുന്നുള്ളിടത്താണ്, കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ട് എന്നുള്ളിടത്താണ് എൻ്റെ സംശയം. ഇതെനിക്ക് തോന്നുന്ന കാര്യം, ഞാൻ ആ പോയിന്റിലേക്ക് തന്നെ വരാം. അതായത് സ്റ്റാറ്റ്യൂട്ടറി അധികാരം തീർച്ചയായും ചാൻസലർക്ക് ഉണ്ട്. ചാൻസലർ പല നിർദ്ദേശങ്ങൾ കൊടുക്കാം. പ്രധാനമായിട്ടും സ്റ്റാറ്റ്യൂട്ടറി അധികാരം എന്ന് പറയുന്ന ചാൻസലറെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ട് ഉണ്ട്, ചാൻസലർ ബന്ധമുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടിന് വ്യതിചലിച്ചുകൊണ്ട് സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടോ അതിൻ്റെ കൃത്യതയൊക്കെ ഉറപ്പുവരുത്തലാണ് ചാൻസലറിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം. അതിന് പുറമെ ചില നിർദ്ദേശങ്ങൾ കൊടുക്കാം. അല്ലാതെ പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട കാര്യം, യൂണിവേഴ്സിറ്റി അക്കാഡമിക് ഓട്ടോണമി ഉള്ളതാണ്, അക്കാദമിക് സ്വാതന്ത്ര്യമുള്ള ഒരു അതാണ് യൂണിവേഴ്സിറ്റികളെ കുറിച്ചുള്ള പ്രബുദ്ധമായ സങ്കല്പം. അത് അക്കാഡമിക് ഓട്ടോണമിയുള്ള, അതിൽ രാഷ്ട്രീയം കലർത്താറില്ല. നമ്മുടെ വൈസ് ചാൻസലർമാരെ അക്കാഡമിക് പേഴ്സണാലിറ്റീസാണ്. എൻ്റെ അഭിപ്രായത്തിൽ വൈസ് ചാൻസലർമാർ അക്കാഡമിക് വൈസ് ചാൻസലർമാർ അതിൽ പല ആൾക്കാരും, നിങ്ങൾ ചൂണ്ടിക്കാണുന്ന ഉൾപ്പെടെ ആൾക്കാർ രാഷ്ട്രീയ വ്യക്തിത്വങ്ങളല്ല. പലരും എനിക്കറിയാവുന്നവരാണ്. അവർ അക്കാഡമിക് പേഴ്സണാലിറ്റിയാണ്. അവരുടെ പുറത്ത് അനാവശ്യമായൊരു സമ്മർദ്ദം ഇടുകയാണ്. കാര്യം അവർ ഫേസ് ചെയ്യുന്ന അവരുടെ ഒരു പ്രശ്നം, വൈസ് ചാൻസലർമാർ നേരിടുന്ന പ്രശ്നം കൂടി ഇതിനകത്ത് നമ്മൾ കാണാതിരിക്കേണ്ട. വൈസ് ചാൻസലർമാർ യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കുകയും യൂണിവേഴ്സിറ്റിൻ്റെ അധ്യാപകരായ ആൾക്കാരാണ്. അവർ ദീർഘകാല അവർ യൂണിവേഴ്സിറ്റിയിൽ വ്യത്യസ്തമായിട്ടുള്ള അക്കാഡമിക് കമ്മ്യൂണിറ്റി ഇതാണ്. യൂണിവേഴ്സിറ്റിയിൽ വ്യത്യസ്ത ആശയങ്ങളുള്ള ആൾക്കാരാണ്, പല ഡൈവേഴ്സ് ആശയമുള്ള ആൾക്കാർ, പലതരത്തിലുള്ള ആശയങ്ങളുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇവരെയാണ് ദൈനംദിന അടിസ്ഥാനത്തിൽ കാണുന്നത്. അപ്പോൾ അവരോട് രാഷ്ട്രീയ സമയം സാധാരണഗതിയിൽ
വൈസ് ചാൻസലർമാർ പുലർത്താറില്ല. ഇവർക്കെല്ലാം രാഷ്ട്രീയമുള്ളവരായിരിക്കാം, പക്ഷേ വലിയ സംഘടനാ രാഷ്ട്രീയമുള്ള ആൾക്കാരാവണമെന്നില്ല. പക്ഷെ അവർ അക്കാദമിക് പേഴ്സണാലിറ്റി വൈവിധ്യമാർന്ന സമൂഹത്തോട് പ്രതികരിക്കുന്നത്. അവരോട് രാഷ്ട്രീയമായി നടപ്പാക്കുന്ന ഒരു കാര്യം ആവശ്യപ്പെടും. സത്യത്തിൽ പറയുന്നത് വൈസ് ചാൻസലർമാരെ പുറത്ത് അനാവശ്യമായ സമ്മർദ്ദമാണ് ചെലുത്തുന്നത് ചാൻസലർ. അത് വൈസ് ചാൻസലർമാരെ പ്രതിസന്ധിപ്പെടുത്താണ്. കാര്യം അവരെ സമയം ദൈനംദിന അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടുകൊണ്ട സ്ഥാപനമാണ്. പല അക്കാഡമിക് കാര്യമുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യമുണ്ട്. അങ്ങനെ വൈസ് ചാൻസലർമാരെ പുറത്ത് ഈ രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ട് സമ്മർദ്ദം ചെലുത്തുമ്പോൾ അവർ പ്രതിസന്ധിയിലാവുന്നുണ്ട്. ഈ പറഞ്ഞ വൈസ് ചാൻസലർമാർ സ്വമേധ ഒരു വൈസ് ചാൻസലറും വിഭജന ഭീതിനെ നടപ്പാക്കാൻ മുകളിൽ കേരളത്തിൽ ഇതുവരെ നടത്തിയ ചരിത്രവുമില്ല. ചാൻസലർ നിർദ്ദേശം വരുമ്പോൾ ആ ചാൻസലർ നിർദ്ദേശം ചില ആൾക്കാർ നടപ്പാക്കാൻ, കാര്യം ചാൻസലറോട് ഒരു ബഹുമാനത കാണിക്കാൻ അല്ലെങ്കിൽ വിധേയത്വം കാണിക്കാൻ അവർ നടപ്പാക്കാൻ തീരുമാനിച്ചെന്ന് വരും. പക്ഷേ സ്വമേധ അവരാരും ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവരൊന്നും അങ്ങനത്തെ രാഷ്ട്രീയ വ്യക്തിത്വങ്ങളായിട്ടായിരിക്കില്ല. പക്ഷേ ഈ സംഘടനാ സ്വഭാവം ഉള്ളവരായിരിക്കില്ല. പക്ഷേ അവരുടെ പുറത്ത് ചെലുത്തുന്ന ഈ സമ്മർദ്ദം അവർക്ക് ആ പ്രഷർ എക്സീഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷേ ആ പ്രഷറെ സൃഷ്ടിക്കുന്ന എന്താണ്, ഈ ദൈനംദിന അടിസ്ഥാനത്തിൽ ക്യാമ്പസുകൾ ഒരു പ്രതിസന്ധിയിലാവുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് വളരെ പ്രബുദ്ധമായ ക്യാമ്പസ്, വ്യത്യസ്ത ആശയമുള്ള ആൾക്കാരുണ്ടായിരിക്കും. അത് അക്കാദമിക് കമ്മ്യൂണിറ്റി വ്യത്യസ്തമായ ആൾക്കാരുണ്ടായിരിക്കും, നോൺ ടീച്ചിങ് സ്റ്റാഫ് വ്യത്യസ്തമായ ആൾക്കാരുണ്ടായിരിക്കും. ഇവരൊക്കെയാണ് ദൈനംദിന അടിസ്ഥാന വൈസ് ചാൻസലർ അഭിമുഖീകരിക്കേണ്ടത്. അപ്പോൾ അത്തരം രാഷ്ട്രീയങ്ങൾ അവരൊരാളും ആഗ്രഹിക്കുന്നതല്ല. അപ്പോൾ ഇതൊരു പ്രധാനമായിട്ട് പറയുന്നത് ചാൻസലർ തൻ്റെ സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങൾ യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ട യൂണിവേഴ്സിറ്റി ഓട്ടോണമി നിലനിർത്താനാണ്. രാജീവ് ഓർക്കുകയാണെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സർവകലാശാലകളിൽ രാഷ്ട്രീയം കലരുന്നു, സർവകലാശാല പ്രവർത്തന രാഷ്ട്രീയം, ഇതിനെ പ്രതിരോധിക്കാനാണ് ഞാൻ നിൽക്കുന്നതാണ് പറഞ്ഞത്. രാഷ്ട്രീയം കലരുന്നു, അടുത്ത നിയമനങ്ങൾ മുഴുവൻ രാഷ്ട്രീയം അടിസ്ഥാനത്തിലുള്ളതാണ്, ഇതൊക്കെ ഒഴിവാക്കണം, അതിന് വേണ്ടിയിട്ടാണ് സർവകലാശാലയുടെ ഓട്ടോണമി നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനെ നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി സംരക്ഷണ സമിതി എന്ന് വിളിക്കുന്ന ആൾക്കാരും അന്ന് ഈ കാര്യം ഉയർത്തിപ്പിടിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ഓട്ടോണമി, യൂണിവേഴ്സിറ്റി അക്കാദമിക് സ്വാതന്ത്ര്യം, യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കൃത്യത ഇത് നിലനിർത്താൻ വേണ്ടിയാണ് ഗവർണർ ചാൻസലർമാർ നിലനിൽക്കുന്നതും യൂണിവേഴ്സിറ്റി അനാവശ്യമായി രാഷ്ട്രീയം കലർത്താണ്, കക്ഷി രാഷ്ട്രീയവൽക്കരിക്കുകയാണ്, അതിനെ പ്രതിരോധിക്കുകയെന്ന്. അതിന് മാറി യൂണിവേഴ്സിറ്റി ഓട്ടോണമിയിൽ തന്നെ രാഷ്ട്രീയം കലരാൻ തുടങ്ങിയ കാര്യം യൂണിവേഴ്സിറ്റിക്ക് താല്പര്യമില്ലാത്ത, യൂണിവേഴ്സിറ്റി അക്കാഡമിക് കമ്മ്യൂണിറ്റിക്ക് താല്പര്യമില്ലാത്ത ഒരു വിഷയത്തിൽ അടിച്ചേൽപ്പിക്കുന്ന ശരിയല്ല. ആ പരിപാടി വേറെ ആർക്കും സ്വമേധ നടത്തുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. പക്ഷേ യൂണിവേഴ്സിറ്റി ഔദ്യോഗികമായി ചടങ്ങായി വരുമ്പോൾ അത് വ്യത്യാസമാണ്. എന്തുകൊണ്ടാണ് രാജ്യം പ്രശ്നമാകുന്നത് മനസ്സിലാക്കണം. കാര്യം അത് ഒന്നാമതായി നമ്മുടെ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടീഷൻ എന്നുള്ളൊരു വിഷയമായിരുന്നില്ല. നമ്മളതിൻ്റെ വേദന അനുഭവിച്ചുള്ള ആൾക്കാരല്ല. ഇനി തന്നെ നമ്മുടെ ശരീരത്തിലെ മുറിവാണെങ്കിലും രാഷ്ട്രഘാതത്തിലെ മുറിവാണെങ്കിലും ഹീൽ ചെയ്യാനുള്ള ആൾക്കാരെ നോക്കുക. എത്രയും പെട്ടെന്ന് അത് നമ്മളാരും ഒരു മുറിവ് കുത്തി വീഴുന്നില്ല. നമ്മൾ ആലോചിച്ച് നമ്മൾ ഹൊറർ സിനിമ എന്ന് കേട്ടിട്ടുണ്ട്. ലോകത്ത് ആരെങ്കിലും ഹൊറർ ആഘോഷിക്കുകയോ ആചരിക്കുകയോ ചെയ്യും. ഹൊറർ സിനിമകൾ തന്നെ എന്താണ്, ഹൊറർ സിനിമകളാണ്. പക്ഷെ അതിപ്പോൾ അങ്ങനെ പറഞ്ഞില്ല. ഇപ്പോൾ 100 വർഷമായിട്ട് പുണ്ണുകുത്തി വ്രണമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് തന്നെ ചെയ്യുമല്ലോ. അപ്പോൾ അതിന് വഴങ്ങിക്കൊടുക്കാൻ അക്കാഡമിക് ലീഡർഷിപ്പിലുള്ള ആളുകൾ തയ്യാറാകുക എന്ന് പറയുന്നത് അവിടെയാണ് എൻ്റെ വ്യൂ. അത് അക്കാഡമിക് കമ്മ്യൂണിറ്റി അക്കാഡമിക് ലീഡർഷിപ്പിന് വഴങ്ങിക്കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം സംബന്ധിച്ചോളം അതിലേക്ക് അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇതൊരു ഗൗരവമായ വിഷയം തന്നെയാണ് ഇതുള്ളത്. കേരളത്തെ പോലെ സ്ഥലത്തും കേരളത്തെ ദക്ഷിണ പ്രദേശങ്ങളിലും തന്നെ അങ്ങനെ ഒരു രാഷ്ട്രീയ ഒരു സ്വഭാവമുള്ളതിനും ഇതിനി ഇവിടെ മാത്രമല്ല ഉത്തരേന്ത്യയിലാണെങ്കിൽ പോലും ഇത്തരം കാര്യം നമ്മുടെ നാഷണലിസ്റ്റ് ഐഡിയ എന്ന് വിളിക്കുന്ന കാര്യത്തിൽ നമ്മൾ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമാണ്. കാലങ്ങളായിട്ട് നമ്മളെല്ലാവരും അറിയാം. നമ്മൾ എത്ര കാലം നമ്മൾ കാണുന്നതാണ് സ്വാതന്ത്ര്യത്തിനാണ് നമ്മൾ കൊടിയുയർത്തുക. അത് നമ്മൾ അഭിമാന മുഹൂർത്തമാണ്. നമ്മൾ സ്വാതന്ത്ര്യം നമ്മൾ ആരെങ്കിലും ഈ വിഭജനത്തിൻ്റെ വേദനകൾ വീണ്ടും ഒരിക്കലും നമ്മൾ ആ വേദന ഇതാക്കില്ല. അപ്പോൾ സംഘ് പരിവാറിന് രാഷ്ട്രീയമുണ്ട്. ഈ വേദന അത് രാജീവ് കൃത്യമായി സൂചിപ്പിച്ച പോലെ മുസ്ലിം വിരുദ്ധമാവുക തന്നെയാണ്. ഇതിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണമെങ്കിൽ, അത് ആത്മാർത്ഥമായിട്ട് ആഘോഷിക്കണമെങ്കിൽ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത ആളുകളോ അല്ലെങ്കിൽ അതിനോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്ന ആളുകൾക്കുമാണ് സ്വാതന്ത്ര്യദിനമായി ഈ പറഞ്ഞ തരത്തിൽ അഭിമാനബോധത്തോടുകൂടെ അത് ആഘോഷിക്കാൻ പറ്റുക. അതില്ലാത്ത ആളുകൾക്ക് അതിൻ്റെ തലേ ദിവസം ഇങ്ങനെ ഒരു ഡേ ഉണ്ടാക്കി ആഘോഷിക്കാനല്ലേ പറ്റുള്ളൂ. രാജീവൻ പറഞ്ഞതിനെ കുറിച്ചുള്ളൊരു എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ശരിവശം എന്ന് പറയുന്നത് ഇപ്പോഴും സംഘ് പരിവാർ സമയം ഇന്ത്യ സ്വതന്ത്രമായിട്ടില്ല. കാര്യം അഖണ്ഡ ഭാരത സങ്കല്പമാണുള്ളത്. അപ്പോൾ അതിലേക്ക് ദീർഘകാല ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതാണല്ലോ അത് 1 നേഷൻ 1 ഇലക്ഷൻ എന്നൊക്കെ തന്നെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രോജക്റ്റാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്നുള്ളത് ഇന്ത്യയിലെ മതേതര സമൂഹത്തിനും ഇന്ത്യ ആഗസ്റ്റ് 15 സ്വതന്ത്രമായിട്ടുള്ള അത് അംഗീകരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതുപോലെയല്ല സംഘ് സ്വതന്ത്രം ആയിട്ടില്ല എന്നുള്ളതാണ് ഒരു സങ്കല്പം. അവരെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് 16 പ്രധാനം. ദ്വിരാഷ്ട്രവാദമാണ് അടിസ്ഥാനമെങ്കിൽ ദ്വിരാഷ്ട്രവാദം തുടങ്ങിയതിന് സവർക്കർ മുഖ്യമായ പങ്കുണ്ട്. അതും കൂടി ഓർക്കേണ്ടതാണ്. ഇനി ഹൊറർ ഡേ എന്ന് പാർട്ടീഷനെ കുറിച്ച് നമ്മുടെ സ്മരണകളായിട്ട് നോക്കുകയാണെങ്കിൽ പാർട്ടീഷൻ ഗംഭീരമായിട്ടുള്ള വളരെ അതിൻ്റെ വേദന എന്താണ് ഓർക്കുന്ന ഒരുപാട് ആർക്കൈവ്സും ഇന്ത്യക്കാർക്കുണ്ട്. സാദത്ത് മന്നോൻ്റെ കഥകളുണ്ട്. തോബ തേക് സിംഗ് അത് ഗംഭീരമായിട്ട് എം എൻ കാരശ്ശേരി മലയാളത്തിൽ ഉയർത്തിയിട്ടുള്ള ആ കഥയുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കഥകളുണ്ട്. ഇസ്മയിൽ ചുക്തായുടെ നോവലുകളുണ്ട്.
ഗരം ഹവ പോലെ MS സത്യുവിൻ്റെ സിനിമയുണ്ട്. ഇതൊക്കെ നമ്മൾ ഓർക്കുന്നതാണ്. കാര്യം ഇതൊക്കെ ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ തമസ് പോലുള്ള ഭീഷ്മസാൻ നോവലുണ്ട്. ഇതെല്ലാം ഓർക്കുന്നത് നമ്മളിനെ മറികടക്കാൻ ശ്രമിക്കുക. നമ്മുടെ സമൂഹത്തിലെ വലിയൊരു വൈരുദ്ധ്യത്തെ, ആസൂത്രിതമായ ഒരു റാഡ്ക്ലിഫ് ലൈൻ ഉണ്ടാക്കിയ ഒരു കൊളോണിയൽ വൈരുദ്ധ്യത്തെ, അത് നമ്മളെങ്ങനെ അത് ഹീൽ ചെയ്യാനാണ് നമ്മൾ ദിവസം നോക്കുന്നത്. അതിന് പകരം അപ്പം രാജീവ് പറഞ്ഞ ശരിയാണ്, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ആ വേദന കുത്തിപ്പൊക്കുക എന്നുള്ളത്. പക്ഷേ കേരളം പോലെ സ്ഥലത്ത് ആ വേദന തിരിച്ചടിയായിരിക്കും. സംഘപരിവാർ മനസ്സിലാവാത്തൊരു കാര്യം എനിക്ക് തോന്നുന്നു, കേരളത്തിൽ അവർ രാഷ്ട്രീയ സാധ്യത വികസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ എങ്ങനെയൊക്കെ പ്രത്യേകത അവർക്കെതിരെ തിരിയാനുള്ള അതൊക്കെ അവർ നടപ്പാക്കുന്നതാണ് എൻ്റെ വൈരുദ്ധ്യം. കേരളം പോലെ സമൂഹത്തിൽ ഒന്നാമത്തെ ഇതിനോട് വളരെ വിയോജിപ്പ്, പൊതുസമൂഹത്തിൽ ഏതൊക്കെ ചിന്തയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ പൊതുസമൂഹത്തിൽ പൊതുവിൽ ഇതിനോട് വിയോജിപ്പായിരിക്കും. ആരും തന്നെ ഇത്തരം ഒരു സ്മരണ ഓർക്കാൻ ആ രീതിയിൽ ഭീതി ഓർക്കാനാണ് പറയുന്നത്. അങ്ങനെ ആരും ഓർക്കാൻ ശ്രമിക്കില്ല. എല്ലാവരും സാന്ത്വനമാണ് ഓർക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ രാഷ്ട്രീയം തന്നെ ഇവർക്ക് തന്നെ പ്രത്യേകതയായി പോകുന്ന രാഷ്ട്രീയം. അത് നന്നായി, അവർക്ക് പ്രത്യേകത ആയിക്കോട്ടെ. പക്ഷേ ഈ രാഷ്ട്രീയമാണ് നമ്മുടെ അക്കാദമിക് സമൂഹത്തിന് സ്വതന്ത്രമായി ചിന്തിക്കുന്ന, സ്വതന്ത്രമായ വ്യത്യസ്ത വൈവിധ്യങ്ങളാണല്ലോ ഒരു സക്കായ സമൂഹത്തിൻ്റെ പ്രത്യേകത. ആ പ്ലൂരാലിറ്റി പുറത്ത് അടിച്ചേൽപ്പിക്കുന്നത് ഇങ്ങനെ നടത്തണം എന്ന് പറയുന്നത്. അതായത് നാഷണലിസത്തിൻ്റെ ദേശീയതയുടെ ഭാഗമായിട്ടുള്ള അല്ല, ഇന്ത്യ ദേശീയം അംഗീകരിച്ചുള്ള അതിൻ്റെ നാഷണലിസ്റ്റ് ഐക്കോണോഗ്രാഫി ഉണ്ട്, അതിൻ്റെ മുദ്രാവാക്യങ്ങളുണ്ട്, അതാണ് ഓഗസ്റ്റ് 15 ഉണ്ട്, നമുക്ക് ജനുവരി 30 ഉണ്ട്, നമുക്ക് റിപ്പബ്ലിക് ഡേ ഉണ്ട്, ഇൻഡിപെൻഡൻസ് ഡേ ഉണ്ട്, നമുക്ക് നാഷണലിസത്തിൻ്റെ പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ കാലങ്ങളായിട്ട് എല്ലാ മതസമൂഹങ്ങളും എല്ലാ വിഭാഗങ്ങളും എല്ലാവരും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കാര്യം. അതിൻ്റെ പുറത്ത് ഒരു വേദന അടിച്ചേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചിലതല്ല, പ്രത്യേകിച്ച് അക്കാദമിക് കമ്മ്യൂണിറ്റിയുടെ പുറത്ത്. കാര്യം അക്കാദമിക് കമ്മ്യൂണിറ്റി എന്നൊക്കെ പുറത്തുനിൽക്കുന്ന ആൾക്കാരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം അവർ സ്വതന്ത്രമായി ചിന്തിക്കുകയും പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അത്തരം പ്രബുദ്ധ സമൂഹത്തിൻ്റെ പുറത്ത് ഒരിക്കലും നിങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാം, പക്ഷേ നടപ്പാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഇന്നിപ്പോൾ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് ഗവർണർ നിർദ്ദേശിച്ചു. ഞാനത് ചാൻസലർ എന്നുള്ള നിലയിലുള്ള നിർദ്ദേശമായിട്ടല്ല സത്യത്തിൽ കാണുന്നത്, ഗവർണർ എന്ന പൊളിറ്റിക്കൽ അപ്പോയിൻറ്റിയുടെ നിർദ്ദേശമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. നിർദ്ദേശം കൊടുത്തു, പക്ഷേ ആ നിർദ്ദേശം ഒക്കെ 2 സർവകലാശാലകളെങ്കിലും ഇത് നടത്തണം എന്ന് പറഞ്ഞ് താഴെ തലങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഒരിടത്തും ഔദ്യോഗികമായിട്ട് ഒരു ചടങ്ങും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നില്ല എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. 2 കാരണങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, ഇപ്പോൾ ദാമോദർ പ്രസാദ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ ഓർത്ത് കൊണ്ടുനടക്കേണ്ട ഒരു കാര്യമല്ല, അത് ഹീൽ ചെയ്യപ്പെട്ടു പോയൊരു സംഗതിയാണ് എന്ന് ചിന്തിക്കുന്ന മനുഷ്യരും പിന്നെയുള്ള ഈ ചെറുപ്പക്കാരാണ്. ഈ വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് നിങ്ങൾ ഇത് ആഘോഷിക്കണം എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയൊരു കാലത്തെ ചെറുപ്പക്കാർ ആ വിദ്യാർത്ഥികൾ അതിനെ നിഷ്കരണം തള്ളിക്കളയും. അതിൻ്റെ ഒരു ഗുണമാണ് ഇത് ഉണ്ടായിരുന്നത്. നടന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ BJPയുടെ വിദ്യാർത്ഥി സംഘടനയായ ABVP നടത്തിയ ചെറിയ പരിപാടികളാണ്. അത് തന്നെ ചിലതൊക്കെ പാതിരാക്കി നടത്തിയെന്ന് പറയാൻ വേണ്ടി നടത്തിയ ഏർപ്പാടുകളാണ്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ഔദ്യോഗികമായിട്ട് ഒരിടത്തും നടന്നില്ല എന്നുള്ളതും ഈ വിദ്യാർത്ഥികൾ ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ളതും. വിദ്യാർത്ഥികൾ മനസ്സിലാക്കാനും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പറഞ്ഞു ദക്ഷിണ സംസ്ഥാനം സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഗൗരവമായ വിഷയമല്ല. ഉത്തരേന്ത്യയിൽ പോലും അത് ഹീൽ ചെയ്യപ്പെട്ട കാര്യമാണ്. വിദ്യാർത്ഥി സമൂഹം വേറെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. പുതിയ ഏഴയുടെ കാലത്തൊക്കെ ആരെങ്കിലും ഇങ്ങനത്തെ ഓർമ്മകൾ കൊണ്ട് നടക്കൂ, വേദനിക്കുന്ന ഓർമ്മകൾ കുത്തി സ്വയം വേദനിപ്പിക്കും? അങ്ങനെ ഒരിക്കലില്ല. കാര്യം ഇന്നത്തെ പുതിയ തലമുറ അതിനൊക്കെ എത്രയോ വിദൂരത്താണ്. അവർ പുതിയ കാര്യങ്ങൾ ഉൾക്കൊണ്ട് പുതിയ ആശയങ്ങളും പുതിയ ആശയ ലോകത്താണ്. ക്യാമ്പസിലെ സൗഹൃദം മാറി, ക്യാമ്പസിലെ സാമൂഹ്യ ബന്ധങ്ങൾ മാറി, ആ ലോകത്താണ്. സത്യം പറയാൻ നമ്മൾ ഒരിക്കലും BJP തന്നെ വിഭാഗത്തിന് ഇത് ആഘോഷിക്കുന്ന കുറിച്ചിട്ട് ഇത് ആചരിക്കുന്ന കുറിച്ച് സംശയമാണ് കേരളത്തിൽ. അവർക്ക് തന്നെ അതൃപ്തി ഉണ്ടായിരിക്കും. കാരണം അവരുടെ രാഷ്ട്രീയത്തെ പ്രത്യേകത സൃഷ്ടിക്കുന്നതാണ്. ഇതൊരു ഗുണവും അവർക്ക് ചെയ്യാൻ പോകുന്നില്ല എന്നറിയാം. കാര്യം ഗവർണർ കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം പുറമേ നിന്നുള്ള ആളാണ്. ആ കാഴ്ചപ്പാടിലാണ് നോക്കുന്നത്. അതിൻ്റെ പ്രശ്നങ്ങളിൻ്റെ അകത്തുണ്ട്. അപ്പോൾ കേരളത്തിൽ തന്നെ ഈ വലതുപക്ഷത്തിൻ്റെ അകത്ത് തന്നെ ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയം ഏറെയും ഞാൻ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഈ രീതിയിലായിരിക്കില്ല അത് കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഇതൊരു ദേശീയമായിട്ട് ആഖ്യാനം സൃഷ്ടിക്കാൻ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്ന മറ്റൊരു തന്ത്രമായിട്ട് തന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. അത് തീർച്ചയായിട്ടും ഒരു അക്കാദമിക് സമൂഹത്തിനും കേരളത്തിൻ്റെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സമൂഹത്തിനും ഒട്ടും അനുചിതമായ കാര്യമല്ല. അത് പ്രതിരോധിക്കപ്പെടേണ്ടത് തന്നെയാണ്, സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് രാജീവ്, അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഒരു മനുഷ്യൻ പോലും സ്വീകരിക്കരുന്നത്. ഇനി ആരെങ്കിലും നടപ്പാക്കുന്നത് ഹാഫ് ഹാർട്ടഡായിട്ട് ഒരു അർദ്ധ മനസ്സോടുകൂടി ആയിരിക്കും. അവർക്ക് പല നിർബന്ധങ്ങളും ചിലപ്പോൾ ചെയ്യേണ്ടി വന്നായിരിക്കും. പക്ഷേ പൊതുസമൂഹം, കേരളത്തിലെ അക്കാദമിക് സമൂഹം, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മതേതര സമൂഹം ഒന്നും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവസാനം ഉൾക്കൊള്ളാനാവുന്നതല്ല. അതുകൊണ്ടൊരു വലിയ തെറ്റ് തന്നെയാണ് ഇത് ഇങ്ങനെ നടപ്പാക്കാൻ പറയുന്നത് സംഭവിച്ചത്. പറഞ്ഞല്ലോ, ഇപ്പോൾ 1-2 വൈസ് ചാൻസലർമാരെങ്കിലും ഇതിനൊരു നിർദ്ദേശം താഴത്തിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മേലുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഈ വൈസ് ചാൻസലർമാരുടെ നിയമനം സംബന്ധിച്ച് തന്നെ വലിയ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് അതുകൂടി ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ സമ്മർദ്ദത്തെ കാണാൻ. അപ്പോൾ ഈ 2 പേരെ ഈ നിർദ്ദേശം കൊടുത്തു എന്നുള്ളത്, ഇപ്പോൾ വൈസ് ചാൻസലർ എന്നുള്ള നിലയ്ക്ക് ഗവർണറിൽ നിന്ന് ഇനിയും നിർദ്ദേശങ്ങൾ വരും എന്ന് തന്നെ നമ്മൾ കണക്കാക്കണം.
ഇപ്പോൾ ഭാരതാംബയുടെ ചിത്രം എന്ന് RSS പ്രചരിപ്പിക്കുന്ന ചിത്രമായിട്ട് അദ്ദേഹം നടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ നിർദ്ദേശം നൽകിയത്. സമാനമായ നിർദ്ദേശങ്ങൾ ഇനിയും വരും എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം. അപ്പോൾ ഇപ്പോൾ രണ്ടുപേര് അതിന് തയ്യാറായി എങ്കിൽ, അത് മനസ്സോടെ അല്ലെങ്കിൽ പോലും തയ്യാറായിട്ടുണ്ട് എങ്കിൽ, അടുത്ത പടി ഇത് കൂടുതലിലേക്ക് പകരുക എന്നുള്ളതായിരിക്കില്ലേ? അതിൽ ഒരു സംശയം വേണ്ട. രാഷ്ട്രീയ നിയോഗം അനുസരിച്ചാണ് വൈസ് ചാൻസലർമാർ ആ നിലയിൽ പ്രവർത്തിക്കാൻ പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്തരം പ്രവർത്തനം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനെതിരെ ആണ് ഈ ചാൻസലർ നിയമിക്കുന്നുള്ള ചാൻസലർ ഒരു കാലത്ത് ചാൻസലർ അവകാശപ്പെട്ടത്. അപ്പോൾ ഇതിപ്പോൾ തിരിച്ച് ചാൻസലറുടെ രാഷ്ട്രീയം നടപ്പാക്കാനാണ് വൈസ് ചാൻസലർമാർ പ്രയോഗിക്കുന്നതെങ്കിൽ അത് രാഷ്ട്രീയ നിയോഗമായി വരികയാണെങ്കിൽ വൈസ് ചാൻസലർമാർ മിക്കവാറും എനിക്ക് തോന്നുന്നു കേരള സംബന്ധിച്ച് വൈസ് ചാൻസലർ പദവി ഏറ്റെടുക്കാൻ ചില അക്കാദമികൾ വിസമ്മതിക്കുകയും ചെയ്യും. കാര്യം അവർക്ക് ഇത് നടപ്പാക്കാൻ പറ്റില്ല. കാര്യം അതൊരു നല്ല സ്വഭാവത്തിലേക്ക് പോയില്ല. കാരണം അവരെ സംബന്ധിച്ചുള്ള ഒരു രാഷ്ട്രീയ ആശയമാണ് പ്രചരിപ്പിക്കുന്നത്, ഒരു അക്കാദമിക് ആശയമല്ല പ്രചരിപ്പിക്കുന്നത്. ഇവരൊക്കെ അക്കാദമിക് വ്യക്തിത്വങ്ങളാണല്ലോ. ഇതിൽ പല ആൾക്കാർ ദീർഘകാല പ്രൊഫസർമാരായിട്ടുള്ള ആൾക്കാർ, അവരുടേതായ വ്യക്തിത്വമുള്ള ആൾക്കാരാണ്. അവർക്ക് സമൂഹത്തിൽ വേറെ തരത്തിൽ അവരുടെ വ്യക്തിയുടെ രാഷ്ട്രീയത്തിനോട് വ്യത്യസ്തമായിരിക്കും. അത് സംഘപരിവാർ രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമുള്ളവരായിരിക്കില്ല. പക്ഷേ അവർക്ക് ഈ സമ്മർദ്ദം അതിജീവിക്കാൻ പറ്റണം. ഒരു സംശയം രാജ്യ കാര്യത്തില്ല, സമ്മർദ്ദം അതിജീവിക്കാൻ പറ്റണം എന്നുള്ള കാര്യം. പക്ഷേ രാഷ്ട്രീയ നിയോഗമായിട്ട് ഇത് വരികയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് സംഭവിക്കാൻ പോണത്. കാര്യം അത് നമ്മുടെ അക്കാദമിക് സമൂഹത്തെയും അക്കാദമിക് സംസ്കാരത്തെയും നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തെയൊക്കെ ബാധിക്കും. അത് ദൂരവ്യാപകമായ ഫലം തന്നെ ചെയ്യും. കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി നടപ്പാക്കാനുള്ള സ്ഥലമാണോ അക്കാദമിക് സ്പേസ്? ഒരിക്കലല്ല. അക്കാദമിക് ആശയങ്ങൾ അക്കാദമിക് സ്വതന്ത്രമായ രീതിയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് സ്വതന്ത്രമായ രീതിയിൽ പാർട്ടീഷനോട് സെമിനാർ വയ്ക്കുമായിരിക്കും. അതിനെക്കുറിച്ച് അത് സ്വതന്ത്രമായി വെക്കുന്ന കാര്യം പാർട്ടീഷനെ കുറിച്ച് പല സ്ഥലത്തും സെമിനാർ നടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കാര്യം പാർട്ടീഷനെ കുറിച്ച് പിന്നെയും പല പുസ്തകങ്ങളും പല ആലോചനകളും പിന്നീട് ഉണ്ടായിട്ടുണ്ട്. പല രീതിയിലും പുതിയ രീതിയിൽ സമീപിക്കുന്നുണ്ട്. കാര്യം പാർത്ഥിവ് അനിലാണോ അതായത് ക്രിസ്റ്റഫർ ജെഫ്രിലോയുടെ കൂടെ ഈ മറ്റേ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പുസ്തകം എഴുതിയ പാർത്ഥിവ് അനിൽ തന്നെയാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിന് ഇന്ത്യൻ മൈനോറിറ്റിയെക്കുറിച്ചൊരു പുസ്തകമുണ്ട്, ഇന്ത്യൻ മൈനോറിറ്റി ഫോം ചെയ്യുന്നതിനെക്കുറിച്ച്. അതിനകത്ത് പാർട്ടീഷനെ റീവിസിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗംഭീരമായ പഠനങ്ങൾ പാർട്ടീഷനെക്കുറിച്ച്, പുതിയ കാഴ്ചകളും പുതിയ പഠനങ്ങളും നടക്കുന്നുണ്ട്. എങ്ങനെയാണ് പാർട്ടീഷൻ ആസൂത്രമായിട്ട് ഈ കൊളോണിയലിസത്തിൻ്റെ ഭാഗമായി തന്നെ നടന്നും അതിനെങ്ങനെയാണ് അതിനെ നേരിട്ടതാരാണ്. ഒരുപാട് മുസ്ലിം നേതാക്കൾ ഇതിനെതിരെ നേരിട്ട ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ചർച്ചകൾ ഉണ്ടാവാം. അത് സ്വതന്ത്രമായ രീതിയിൽ അക്കാദമിക് കമ്മ്യൂണിറ്റി സ്വന്തമായ നിലയ്ക്ക് അവരുടെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അവരുടെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അവരുടെ ഡിസിപ്ലിൻ്റെ അടിസ്ഥാനത്തിൽ സ്വമേധ അവർ ഓട്ടോണമിക്ക് അകത്ത് ചിന്തിക്കുന്ന വിഷയമാണ്. അത് പുറമേ നിന്ന് അടിച്ചേൽപ്പിക്കുന്നത്. ആ പുറമേ നിന്ന് അടിച്ചേൽപ്പിക്കുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയവൽക്കരിക്കലാണ്, കക്ഷി രാഷ്ട്രീയവൽക്കരിക്കലാണ്, പ്രത്യയശാസ്ത്രവൽക്കരിക്കലാണ്. അത് അക്കാദമിക് സമൂഹത്തിന് അക്കാദമിക് സ്റ്റാൻഡേർഡ്സിനും ദൂരവ്യാപകമായി പ്രത്യേകത സൃഷ്ടിക്കും. അത് അപകടകരമായ അവസ്ഥ തന്നെ സൃഷ്ടിക്കും. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമ്പസ് ഒരു കലോപന്മുഖമാവും. പല വ്യത്യസ്ത ആശയങ്ങൾ ക്യാമ്പസിൻ്റെ അകത്തുണ്ട്. അത് ഏറ്റുമുട്ടുന്നുമുണ്ട്. പക്ഷേ ആ ഏറ്റുമുട്ടൽ ഒരു വേറെ തരത്തിലുള്ളൊരു ആശയപരമായിട്ടുള്ള ഏറ്റുമുട്ടല. പക്ഷേ അതിന് പകരം ഒരു കലാപന്തരീക്ഷം സൃഷ്ടിക്കും. അത് സമൂഹത്തിലേക്ക് പരക്കും. സമൂഹത്തിൽ വ്യാപിക്കുന്നതോടെ എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും? അപ്പോൾ ചുരുക്കി പറയാൻ ക്യാമ്പസിൽ നടക്കേണ്ട പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ അത് ക്യാമ്പസിൻ്റെ പുറത്തേക്ക് വ്യാപിക്കുന്നതോടുകൂടി വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിന് അക്കാദമിക് കമ്മ്യൂണിറ്റി ആദ്യം തന്നെ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കും. കേരളത്തിലെ അക്കാദമിക് കമ്മ്യൂണിറ്റി കോളേജുകളിലാണെങ്കിലും യൂണിവേഴ്സിറ്റികളാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ആ നിലയിൽ തന്നെ മനസ്സിലാക്കുക. കാര്യം നടപ്പാക്കേണ്ട കാര്യമല്ല. കാര്യം ഇതൊരു ശരിയില്ലായ്മയുണ്ട്. കാര്യം അത് നമ്മുടെ ഒരു സ്വതന്ത്രമായ ചിന്തയ്ക്കും നമ്മുടെ സമാധാനപര ആലോചനകൾക്കും മതേതര കാഴ്ചപ്പാടിനും വിഘാതം സൃഷ്ടിക്കുന്നതാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നു പൊതു അക്കാദമിക് സമൂഹം വെച്ചു പുലർത്തുന്ന കാഴ്ചപ്പാട്. ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ നേരത്തെ ദാമോദർ പ്രസാദ് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചല്ലോ, കേരളത്തിൻ്റെ ഗവർണറായിരിക്കുന്ന രാജേന്ദ്ര അർലേക്കർ, അദ്ദേഹം ഇവിടുത്തെ രാഷ്ട്രീയ സ്വഭാവം മനസ്സിലാക്കാതെ ആയിരിക്കാം ഒരുപക്ഷെ ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന്. അതങ്ങനെയാണോ, അതോ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പാകത്തിൽ കൂടുതൽ വിദ്വേഷം ജനിപ്പിക്കാവുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കണം എന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നതാവില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ക്യാമ്പസിൽ ഒരുപക്ഷെ ഒരു ഇപ്പോൾ കാസർഗോഡ് കോളേജിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായത് നമ്മൾ കണ്ടു. വേറൊരു സ്ഥലത്തും അതുപോലെ സംഘർഷാവസ്ഥ ഉണ്ടായി. അപ്പോൾ ഇത് സമൂഹത്തിലേക്ക് വ്യാപിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റായി അങ്ങ് കൊണ്ടുനടക്കുകയല്ലേ ചെയ്യുന്നത്? ഇത് പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ്. കാര്യം സംഘപരിവാറിൻ്റെ പൊളിറ്റിക്കൽ കാര്യം നമുക്കറിയാലോ. ഇത് 2020 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം തന്നെ, ദീർഘകാല ശേഷമാണ് ഇങ്ങനെ ഇത് പാർട്ടീഷൻ ഹൊറർ ഡേ, അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പാർട്ടീഷൻ റിമംബറൻസിനെ കുറിച്ചല്ല, പാർട്ടീഷൻ ഹൊറർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു പല അർത്ഥവിവക്ഷകളുണ്ട് അത് ഇതാക്കുന്നത്. അതിനതിൻ്റെ പ്രത്യേകതകളുണ്ട്. കാര്യം പക്ഷേ അതേസമയം കേരളത്തിൻ്റെ സിവിൽ സമൂഹമാണെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ സമൂഹമാണെങ്കിലും ആ രീതിയിൽ പ്രതികരിക്കുന്നില്ല. കാര്യം ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും കേരളത്തിലെ പൊതുസമൂഹമാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും കാര്യം ശക്തമായിട്ട് പല മാധ്യമങ്ങളും
അതായത് നിലനിൽക്കുന്ന ഭരണകക്ഷിയോട് എതിർപ്പുള്ള മാധ്യമങ്ങൾ പലതും തന്നെ എഡിറ്റോറിയൽ എഴുതി. മനോരമ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്, പല എഡിറ്റോറിയൽ മനോരമ ശക്തമായ എഡിറ്റോറിയൽ എഴുതി. ഭരണകക്ഷിയോട് ഒരു ആഭിമുഖ്യമില്ലാത്ത മാധ്യമമാണ് മലയാള മനോരമ. അങ്ങനെ പല മാധ്യമങ്ങളും എഡിറ്റോറിയൽ എഴുതി പുഷ് എടുക്കുകയും ചെയ്തു. കാര്യം ഇത് കേരളത്തിൽ അസ്വീകാര്യമായ കാര്യമാണെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത് വ്യാപകമായി ഈ വിദ്വേഷത്തിൻ്റെ ഉറവിടം വളരെ കൃത്യമാണെങ്കിലും വിദ്വേഷ സ്വഭാവം ഇതിനുണ്ടെങ്കിലും പക്ഷേ ഇത് കേരളത്തെ സംബന്ധിച്ചുള്ള ഇത് രസിക്കാൻ പോവുകയാണ് സൈല. കാര്യം എത്ര ആസ്വദിക്കാൻ കേരളത്തിലെ സമൂഹം അതിനെ റെസിസ്റ്റ് ചെയ്യും, കേരളത്തിൽ ഒരു തരത്തിൽ സ്വാധീനം ഉണ്ടാക്കില്ല. മറിച്ച് റെസിസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വളരെ വളരെ ലളിതവൽക്കരിച്ചിട്ടുള്ള ഒരു നറേറ്റീവ് ഉണ്ട്. അതായത് പാകിസ്ഥാൻ എന്നുള്ള ആശയം ആദ്യമായിട്ട് ഒരു മുസ്ലിങ്ങൾക്ക് സെപ്പറേറ്റ് രാജ്യം വേണം എന്നുള്ള ആശയം ആദ്യം അവതരിപ്പിക്കുന്ന അല്ലാമ ഇക്ബാലാണ്. അത് പിന്നീട് മുഹമ്മദ് അലി ജിന്ന ഏറ്റെടുക്കുകയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത് വലിയ പ്രഖ്യാപനമായിട്ട് വന്നു. പിന്നെ കൊൽക്കത്തയിലെ വലിയ കൂട്ടക്കുരുതിക്കത് കാരണം ഇങ്ങനെ പറഞ്ഞ് വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോകുന്ന ഒരു ചരിത്രമുണ്ട്. ആളുകളുടെ അടുത്തേക്ക് ഇതായിരിക്കും ഡയറക്റ്റായിട്ട് എത്തുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് കേരളത്തിൽ പോലും അവർക്ക് വി ഡി സതീശൻ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ്. വി ഡി സവർക്കർ അല്ലാമ ഇക്ബാൽ ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ സൊസൈറ്റിയിൽ 2 രാഷ്ട്ര ശരീരങ്ങളുണ്ട് എന്നും അത് ഒന്ന് ഹിന്ദുസ്ഥാനാണ് ഒന്ന് മുസ്ലിം രാഷ്ട്രമാണ് എന്നും സിദ്ധാന്തിച്ചിട്ടുണ്ട് എന്നും ഹിന്ദുത്വയിലേക്ക് അദ്ദേഹം എത്തുന്നത് ഈ സിദ്ധാന്തത്തിനൊക്കെ തുടർച്ചയായിട്ടാണ് എന്നും ഒക്കെ ആരും ഓർക്കണമെന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഈ നറേഷൻ വളരെ എളുപ്പത്തിൽ ചിലവാകുന്നില്ലേ? അതല്ല, അത് ശരിയാണ്. പുറത്ത് ഒരു നമ്മുടെ സിവിൽ സമൂഹത്തിൻ്റെയും മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കൃത്യമായിട്ട് ഇപ്പോൾ ഇങ്ങനെ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രോജക്റ്റിനുള്ള പ്രതികരണ നിലയ്ക്ക് ഇതിൻ്റെ ഒരു ദ്വിരാഷ്ട്രവാദത്തിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിനും മാധ്യമങ്ങൾക്കെല്ലാം ഉണ്ട്. അതൊരു ജാഥ നിർവഹിക്കണം എന്നുള്ളത്. പക്ഷേ ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് അലാമ ഇക്ബാലിനെ കുറിച്ച് വളരെ അതിനെ തന്നെ ഒരു സങ്കീർണതയുണ്ട്. കാര്യം അലാമ ഇക്ബാൽ ഈ ഡിസ്കവർ ഓഫ് ഇന്ത്യയിൽ നെഹ്റു പറയുന്നുണ്ട്. അലാമ ഇക്ബാൽ നെഹ്റുവിനെ കാണുമ്പോൾ നെഹ്റു പറയുന്നത് എനിക്ക് ഈ അന്ന് നെഹ്റുവിടെ യങ്ങായി പറയുന്നത് കൈ പിടിച്ച് പറയുന്നുണ്ട്, ഇന്ത്യയുടെ ഏറ്റവും വലിയ പാട്രിയറ്റ് ആയിട്ടുള്ള നെഹ്റു നിങ്ങളാണ്, ജിന്നയല്ലാന്ന് അതിൻ്റെ അകത്ത് എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ തന്നെ അപ്പോൾ അലാമ ഇക്ബാലിൻ്റെ പ്യുവർ ലാൻഡ് സങ്കല്പം വേറെ. പക്ഷേ അതൊക്കെ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനമായി ബന്ധപ്പെട്ടുണ്ടായ പല സങ്കീർണതകളുണ്ട്. അതിൻ്റെ അകത്ത് കോൺഗ്രസ് പ്രസ്ഥാനം രൂപീകരിക്കുന്ന ഘട്ടം, അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള ചരിത്രപരമായ ഘട്ടം, ബ്രിട്ടീഷുകാരുടെ ഈ എന്താ പറയുക വിഭജിച്ച് ഭരിക്കാൻ തന്നാണ്, ഇങ്ങനെ പലതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നതാണ്. കോൺഗ്രസ് ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പ്രശ്നങ്ങൾ ഉണ്ട് ഒരുപാട്. അതിൽ തന്നെ ഹിന്ദുത്വ ദേശീയവാദികൾ കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യങ്ങളിൽ അവർക്കുണ്ടായിരുന്ന അധീശത്വം, ഇങ്ങനെ പല കാരണങ്ങൾ തുടക്കത്തിൽ കോൺഗ്രസിൻ്റെ ഹ്യൂമൻ തുടങ്ങിയ കോൺഗ്രസിൻ്റെ അതായിരുന്നുള്ള പ്ലാറ്റ്ഫോം, മേജർ പ്ലാറ്റ്ഫോം, അതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളിൽ നിന്നാണ്. അപ്പോൾ ദേശീയ പ്രശ്നം നയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ അകത്ത് തർക്കവിതർക്കുന്നുണ്ട്. പിന്നെ ഗാന്ധിയുടെ വരവോടുകൂടിയാണ് ഹിന്ദു മുസ്ലിം ഐക്യം എന്ന പുതിയ രാഷ്ട്രീയ സമീപനം ദേശീയ പ്രസ്ഥാന സ്വഭാവം തന്നെ മാറുന്നത്. അതിനുശേഷം ചരിത്രം വേറെ ഒന്നാണ്. കാര്യം നെഹ്റുവിന് ഗാന്ധിക്ക് ശേഷം പിന്നീട് തുടർന്നു വരുന്ന ആ രാഷ്ട്രീയ നേതാക്കളുടെ ലീനേജ് തന്നെ വേറെ ഒന്നാണ്. അതാണ് കോൺഗ്രസ് പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തെയും വേറെ മതേതര സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതോടെ ഈ ഗാന്ധി വരുന്നതോട് പ്രധാനപ്പെട്ട കാര്യം കൂടി നടക്കുന്നുണ്ട്. അതുവരെ ഹിന്ദു ദേശീയവാദം വളരെ സജീവമായിരുന്നു. അത് പ്രാന്തവൽക്കരിക്കപ്പെടുകയാണ്. ഗാന്ധി അതിനൊരു ഇടവും കൊടുത്തില്ല. ഗാന്ധി ഒരിക്കൽ പോലും സംവാദത്തിൽ ഏർപ്പെടാതിരുന്ന ഒരേ ഒരു നേതാവുള്ളൂ, അത് വീർ സവർക്കറാണ്. വി ഡി സവർക്കറായിട്ടാണ് ഒരു സംവാദത്തിലും അവർ കണ്ടുപരിചയപ്പെട്ടൊന്നുമല്ലാതെ അതിലപ്പുറത്തേക്ക് അംബേദ്കറായിട്ട് സംവാദത്തിന് പോയി, എല്ലാവരുമായിട്ട് സംവാദത്തിന് പോയി, ജിന്നയായിട്ട് വളരെ അടുത്ത സംഭാഷണത്തിന് തയ്യാറായിരുന്നു ഗാന്ധി. പക്ഷേ ഈ ദേശീയധാര ഹിന്ദു ദേശീയധാര ഒരു സംവാദവും സാധ്യമല്ല എന്നുള്ളത് ആദ്യമേ തിരിച്ചറിയുമ്പോൾ അതിനപ്പുറത്തേക്കാണ് കാര്യം. തുടക്കം മുതൽ തന്നെ ഗാന്ധിയുടെ രാഷ്ട്രീയം ഹിന്ദു മുസ്ലിം ഐക്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്. ബഹുജന പ്രസ്ഥാനം ഇന്ത്യയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് കർഷകരും തൊഴിലാളികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും വേണമെന്ന് വളരെ ദീർഘവർഷം കാണുകയും അതാണ് ദേശീയ പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി, വിഭജനത്തെക്കുറിച്ച് ഇതും കൂടി രാജ്യം നമുക്കെല്ലാവരും ഓർക്കേണ്ടത്. വിഭജനത്തിൻ്റെ ആത്യന്തികമായ പരിസമാപ്തി എന്നാണ് ഗാന്ധിവധം നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ ഗാന്ധി നമ്മുടെ വിഭജനത്തിൻ്റെ ഹൊറർ ഡേ, വിഭജന ഭീതി എന്ന് പറഞ്ഞാൽ ഗാന്ധിവധമാണ് ഓർക്കുന്നത്. സത്യത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം ഈ ഓഗസ്റ്റ് 14 എന്ന് പറയുമ്പോൾ ഗാന്ധി മരിച്ച മറ്റൊരു ദിവസമാണെങ്കിലും നമ്മൾ ഓർക്കുന്ന ഗാന്ധിവധത്തിലാണ്. കാര്യം ഗാന്ധിയുടെ രക്തസാക്ഷിത്വമാണ് അതിന് കൊടുത്ത വില. കൊടുത്ത് അപ്പോൾ ആരാണ് ആസൂത്രിതമായിട്ട് ഈ കലാപം സൃഷ്ടിച്ച ഗാന്ധി? നമുക്ക് ഗാന്ധിയെക്കുറിച്ച് നിരവധി പഠനങ്ങളിലും പുസ്തകങ്ങളും കാര്യം ആസൂത്രിതമായിരുന്നു ഈ കലാപം സൃഷ്ടിക്കാൻ. വലിയ വ്യാപാരിയിൽ ഇപ്പോൾ ബീഹാറിലൊക്കെ തന്നെ വലിയ തോതിലാണ് മുസ്ലിം ജനസൈഡ് നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെയും നവക്കലിയിൽ ഹിന്ദു കൂട്ടക്കൊല നടന്നിട്ടുണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള ആക്രമണം നടന്നിട്ടുണ്ട്. ഇതിനെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടം നടത്തുകയും അതിൻ്റെ ഒരു വലിയ ചരിത്രം ഇന്ത്യയിലുണ്ട്. നമ്മൾ അതാണ് ഓർക്കേണ്ടത്. ഓരോ ഇന്ത്യക്കാരൻ അഭിമാനപൂർവ്വം ഓർക്കേണ്ട ചരിത്രം അതാണ് നമ്മൾ ഓർക്കുകയും ഇന്നും നാളെയൊക്കെ സ്മരിക്കേണ്ട കാര്യം അതാണ്. പക്ഷെ അത് തന്നെ നിലനിൽക്കുള്ളൂ എന്നാണ് എൻ്റെ തോന്നുന്ന കാര്യം. അതാണ് ഇന്ത്യ നിലനിർത്തിയിട്ടുള്ളതും ഇന്ത്യ നിലനിർത്താൻ പോകുന്നതും ആ സ്മരണ തന്നെയായിരിക്കും. വിഭജനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ എന്ത് ഓർക്കണം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലാണ് ദാമോദർ പ്രസാദ് അവസാനിപ്പിച്ചത്.
ഇത്തരം വിഭാഗീയമായ ചിന്തകൾ സൃഷ്ടിച്ചുകൊണ്ട് ആസൂത്രിതമായ ആക്രമണങ്ങൾ സൃഷ്ടിക്കുകയും കൂട്ടക്കൊലകൾ നടത്തുകയും ഇതിനെ ഒക്കെ നടന്നപ്പോൾ അതിനെതിരെ ഒറ്റ ശബ്ദമായി അവിടെയൊക്കെ മുറിവുണക്കാൻ പാഞ്ഞു നടന്ന മഹാത്മാഗാന്ധിയെക്കുറിച്ച്, അദ്ദേഹത്തെ വെടിവെച്ച് കൊന്ന ആളുകളെക്കുറിച്ച്, ഒരുപക്ഷെ പാർട്ടീഷനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓർക്കേണ്ടത് അതുതന്നെയാണ്. രാജേന്ദ്ര അർലേക്കറുടെ ഡയറക്റ്റീവ് അത് താഴെത്തലങ്ങളിലേക്ക് കൊടുക്കാൻ ചിലർ ശ്രമിച്ചെങ്കിൽ പോലും കേരളത്തിൽ ഒരിടത്തും ഔദ്യോഗികമായി ആചരിക്കപ്പെട്ടില്ല, സംഘപരിവാരം ഉദ്ദേശിക്കുന്നത് പോലെ ആഘോഷിക്കപ്പെട്ടില്ല എന്നുള്ളത് വളരെ പോസിറ്റീവായി തന്നെ നമ്മൾ കാണണം. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.